തൊടുപുഴ വെളിയമറ്റത്ത് സഹോദരങ്ങളായ കുട്ടിക്കർഷകരുടെ 13 പശുക്കൾ ചത്തു. 17 വയസ്സുള്ള ജോർജിന്റെയും 15 വയസ്സുള്ള മാത്യുവിന്റെയും പശുക്കളാണ് ചത്തത്. കപ്പത്തൊണ്ട് കഴിച്ചതാണ് കാരണം എന്ന് സംശയം. 5 പശുക്കളുടെ നില ഗുരുതരമാണ്. മികച്ച കുട്ടി ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചയാളാണ് മാത്യു. വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്താണ് ഈ സംഭവത്തെപ്പറ്റി അറിയാൻ കഴിയുന്നത്? വേണു, ഈ 15 വയസ്സുകാരനായ മാത്യുവിൻ്റെ ഈ പശുക്കളുമായുള്ള അല്ലെങ്കിൽ ബന്ധമൊക്കെ നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2021 ക്ഷീരമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മാത്യുവിൻ്റെ വീട്ടിലെത്തി അനുമോദിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു സുഹൃത്തിന് എന്ന പോലെയാണ് മാത്യു പശുക്കളെല്ലാം പരിപാലിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ മാത്യുവിൻ്റെ 13 പശുക്കൾ പെട്ടെന്ന് ചത്തുപോകുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കപ്പത്തൊട്ട് കഴിച്ചതാണ് ഈ മരണത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. അതിനുശേഷമായിരിക്കും ഒരു വ്യക്തത ഇക്കാര്യത്തിൽ വരികയുള്ളൂ. അതിദാരുണമായ സംഭവം. മാത്യുവും സഹോദരൻ ജോർജും ചേർന്നാണ് ഈ പശുക്കളെ ഉടനീളം പരിപാലിച്ചിരുന്നത്. സ്കൂൾ വിട്ട് വന്ന ശേഷമാണ് ഈ പരിപാലനത്തിന് സമയം കണ്ടെത്തുന്നതെന്നെല്ലാം അന്ന് മാത്യു പറഞ്ഞിരുന്നു. വലിയ സങ്കടത്തിലാണ് മാത്യുവും അതോടൊപ്പം തന്നെ ആ കുടുംബവും ഉള്ളത്. മരണകാരണത്തിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇനി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഉറപ്പായും ഈ കുടുംബത്തിന് സഹായമായി ആരെങ്കിലും ഇടപെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്ഷീരവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ കുടുംബത്തിൽ എത്തി നേരത്തെ മാത്യുവിനെ അഭിനന്ദിച്ചതാണ്. അതുകൊണ്ട് ആ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ കൂടി ഇനി മാത്യുവിന് സഹായകരമായ രീതിയിൽ ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. വേണു. വിഷ്ണു സുരേഷാണ് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.